ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ കുറച്ചു പേർക്കെങ്കിലും നമ്മൾ ജീവിതത്തിലും റിലേഷൻഷിപ്പിലും ജോലിയിലും ഒക്കെ എത്രത്തോളം സക്സസ്ഫുൾ ആണെങ്കിലും നമ്മുടെ മനസ്സിലൂടെ ഒരു ചിന്ത പോകാനുള്ള സാധ്യതയുണ്ട് ദാറ്റ് വി ആർ നോട്ട് ആസ് കേപ്പബിൾ ആസ് ഓർ വി ആർ നോട്ട് ആസ് സ്മാർട്ട് ആസ് അതേഴ്സ് തിങ്ക് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലൂടെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അച്ചീവ്മെന്റ് നമുക്ക് കിട്ടുന്ന സമയത്ത്, നമ്മൾ ഒരു ഡെഡ് ലൈൻ മീറ്റ് ചെയ്യുന്ന സമയത്ത്, പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത്, മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ അതിനെ ഡൗൺ പ്ലേ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ചിന്തയുള്ളത് കൊണ്ട് തന്നെ, നമ്മുടെ ഒരു സെൽഫ് ഡൗട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലൂടെ പോകുന്ന ചിന്തകൾ എന്ന് പറയുന്നത് പലപ്പോഴും നെഗറ്റീവ് സെൽഫ് ടോക്കുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസിൽ നിന്ന് നമ്മൾ പിന്നോട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അച്ചീവ് ചെയ്യാനായിട്ട് ഓവർ വർക്ക് ചെയ്ത് ബേൺ ഔട്ടിലേക്കും വിഷാദത്തിലേക്കും ഉത്കണ്ഠയിലേക്കും ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ബുദ്ധിമുട്ടിനെയാണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയുന്നത്. ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതൽ കാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് ഫിസിക്കൽ, ഇമോഷണൽ, മെന്റൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു കാര്യമാണ്. സോ എന്താണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം? ഇതൊരു സൈക്കോളജിക്കൽ ഫിനോമിനൻ ആണ്. ഇതിൽ നമ്മൾ നമ്മുടെ തന്നെ ലെജിറ്റിമസി ഓഫ് അവർ സക്സസിനെ സംശയിക്കുകയും നമ്മൾ ഒരു ഫ്രോഡാണ് എന്ന് സ്വയം ചിന്തിക്കുകയും മറ്റുള്ളവരാൽ നമ്മൾ എക്സ്പോസ് ചെയ്യപ്പെടും എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇതൊരു ഒഫീഷ്യൽ ഡയഗ്നോസിസ് അല്ല, എന്നാൽ പോലും 2020 നടന്ന ഒരു പഠനം അനുസരിച്ച് ഇത് ഒരുപാട് പേരിൽ കാണാൻ സാധ്യതയുള്ള ഒരു ബുദ്ധിമുട്ടാണ് എന്ന് സൂചിപ്പിക്കുന്നു. ആ 2020 പഠനം അനുസരിച്ച് മോർ ദാൻ 80% ആൾക്കാരിലും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇത്. എപ്പോഴെങ്കിലും ഒക്കെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇത് എന്ന് സൂചിപ്പിക്കുന്നു. ഈ ഒരു ബുദ്ധിമുട്ടുള്ളവർ തങ്ങളുടെ സക്സസിനെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് ലക്ക്, ഗുഡ് വിൽ അല്ലെങ്കിൽ റാൻഡം ചാൻസ് ഒക്കെയാണ് തങ്ങളുടെ സക്സസിന് കാരണം എന്ന് വിശ്വസിക്കുന്നു. സോ എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. ഈ ഒരു ബുദ്ധിമുട്ടുള്ളവർ തങ്ങൾ അറ്റൻഷനും അഫെക്ഷനും അൺവർത്തിയാണ് എന്നൊരു ഫീലിംഗ് ഉണ്ടാവുന്നു. എക്സ്ട്രീം ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവർ അച്ചീവ്മെന്റ്സിനെ ഡൗൺ പ്ലേ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസിൽ നിന്ന് പിന്നോട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അവരുടെ അച്ചീവ്മെന്റ്സിന് കാരണം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്, ലൈക്ക് ലക്ക്, ഗുഡ് വില്ലൊക്കെയാണ് അതിന് കാരണം എന്ന് വിശ്വസിക്കുന്നു. ഒരു അവാർഡോ കോംപ്ലിമെന്റോ സ്വീകരിക്കുവാൻ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അവരെപ്പോഴും തങ്ങളെ മറ്റുള്ളവരെ വെച്ചും തങ്ങളുടെ ജോലിയെ മറ്റുള്ളവരുടെ വർക്കിനെ വെച്ചും കമ്പയർ ചെയ്യാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ്. ഇതൊക്കെയാണ്. അതുപോലെ അവര് ഓവർ കോമ്പൻസേറ്റ് ചെയ്ത് മറ്റുള്ളവരുടെ പ്രശംസ കിട്ടാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാനായിട്ട് ഓവർ വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിലൂടെ നമുക്ക് വിഷാദത്തിലേക്കും ബേൺ ഔട്ടിലേക്കും ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാവാനുള്ള കാരണം എന്ന് നോക്കാം. പല കാരണങ്ങളാണ്. അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് പേരന്റിങ് രീതിയാണ്. ഒരു എക്സ്ട്രീം പ്രഷർ ടു പെർഫോം വെൽ, അത് സ്കൂളിലായാലും സ്പോർട്സിലായാലും എല്ലാത്തിലും നന്നായിട്ട് പെർഫോം ചെയ്യണം എന്ന ഒരു എക്സ്ട്രീം പ്രഷറിൽ വളരുന്ന കുട്ടികളിൽ ഈ ഒരു ബുദ്ധിമുട്ട് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉള്ളവരിലും ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റ് ഫാക്ടേഴ്സ് ലൈക്ക് കൾച്ചറൽ, റിലീജിയസ് ആൻഡ് കോഗ്നിറ്റീവ് ബയസസ് ആണ് ഇതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത്. സോ ഈ ഒരു ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ ബിലീവ്സ് ആണ് അബൌട്ട് അവർ ഓൺ സെൽഫ് വർത്ത്. നമ്മളുടെ തന്നെ ഇന്റേണൽ ബിലീവ്സ് ആണ് അബൌട്ട് അവർ ഓൺ സെൽഫ് വർത്ത്. ഹൗ ടു ഓവർകം? നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് സാധിക്കും? നമ്മളുടെ കഴിവുകളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുപോലെ നമ്മളുടെ അച്ചീവ്മെന്റ്സിന്റെ ഓണർഷിപ്പ് നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതും. ചിന്തകളെയും അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളെയും റിയാലിറ്റിയും തമ്മിൽ വേർതിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് നിങ്ങൾ അത്രത്തോളം കേപ്പബിൾ അല്ല എന്നുള്ള നിങ്ങളുടെ ചിന്ത മാത്രമാവാനുള്ള സാധ്യതയുണ്ട്. ലുക്ക് ഫോർ ഫിസിക്കൽ എവിഡൻസ്. നിങ്ങൾ എത്രത്തോളം അച്ചീവ്മെന്റ്സ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ആ ഒരു റിയാലിറ്റിയെ നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് വേർതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ അച്ചീവ്മെന്റ്സിനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ചെറിയ നോട്ട്സ് ആയിക്കോട്ടെ, ഫോട്ടോസ് ആയിക്കോട്ടെ, മെയിൽസ് ആയിക്കോട്ടെ, ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുകയും അത് ഇടയ്ക്കിടെ നിങ്ങൾ എടുത്ത് നോക്കുകയും നിങ്ങൾ ഇതൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഓണർഷിപ്പ്, അത് നിങ്ങളുടെ തന്നെ അച്ചീവ്മെന്റ് ആണ് എന്നൊരു ഓണർഷിപ്പ് ഏറ്റെടുക്കാനും ശ്രമിക്കുക. നമ്മളെ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കുക. നമുക്ക് ഒറ്റയ്ക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ സഹായം തേടാനായിട്ട് ശ്രമിക്കുക. സെൽഫ് റിഫ്ലക്ഷൻ കോഗ്നിറ്റീവ് റീഫ്രെയിമിങ്ങും ഒക്കെ വഴി ഇതിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കടക്കാനായിട്ട് സാധിക്കും.